ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിക്കാലത്ത് കൂടെ പഠിച്ച ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു വർക്ക് സ്പേസിൽ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്പനി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ എനിക്കിതുപോലെ ഞാൻ എറണാകുളത്ത് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്കിതുപോലെ നല്ല കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. നമുക്ക് പുറത്തൊക്കെ പോകാനും കറങ്ങാനും നമുക്ക് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനും തുറന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൊളീഗ്സ് തന്നെയാണ്. നമ്മുടെ അത്രയും എന്തും തുറന്നു പറയാനും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാനും ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലൊരു സന്തോഷമാണ് നമുക്ക്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്രണ്ട്സിനോടാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്കൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. അതിന് ഒരു വാല്യൂ കൊടുക്കണം. നമ്മൾ ഫേക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളെ വിട്ടുപോകാത്ത അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ ദുബായിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ എന്താ പറയുക, നമ്മളൊരാളെയും പിടിച്ചു നിർത്തരുത് നമ്മുടെ ലൈഫിൽ. അതായത് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഒരു ഹായ് അത്ര മതി. എടാ എനിക്ക് തീരെ സുഖമല്ല അല്ലെങ്കിൽ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഞാൻ വരണോ, ഒന്ന് വരാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ. നമ്മളിപ്പോൾ ഈ അന്യനാട്ടിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. എപ്പോഴും നമ്മുടെ പേരൻസ് വൈഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊന്നും കൈവിട്ട് കളയരുത്. എല്ലാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, വേറെ ഒന്നുമില്ല.